കിഷ്വാർ നഹീദ് എഴുതിയ ഐ ആം നോട്ട് ദാറ്റ് വുമൺ എന്നുള്ള പോമാണ് നെക്സ്റ്റ് ചാപ്റ്റർ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സ്റ്റിൽ ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് വിവാഹം എന്ന് പറയുന്ന ഒരു കച്ചവടമായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതി, ഒരു ചായയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പെൺകുട്ടിയെ വില പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു രീതി. അതിനുശേഷം ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആ 4 മുറിക്കുള്ളിൽ ശ്വാസം മുട്ടി കഴിയേണ്ട, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവാത്ത, ഒരു ഫ്രീഡം ലഭിക്കാത്ത, സ്വന്തം ഇഷ്ടങ്ങളെ ചേസ് ചെയ്യാൻ സാധിക്കാത്ത, എല്ലാ രീതിയിലും ഒരു പേട്രിയാർക്കൽ വ്യവസ്ഥിതിക്കുള്ളിൽ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഒരു വോയിസ് പോലെയാണ് ഈ ഒരു പോം സംസാരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മളിതിൽ കാണുന്നത്. ഐ ആം നോട്ട് ദാറ്റ് വുമൺ, ആ ടൈറ്റിൽ പോലെ തന്നെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പെൺകുട്ടി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫിൻ്റെ ബേർഡനുകളിൽ നിന്നെല്ലാം ഇറങ്ങി വരുന്ന ഒരു ധീരയായുള്ളൊരു സ്ത്രീയാണ് നമ്മളിതിൽ പരിചയപ്പെടുന്നത്. പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ആം നോട്ട് ദാറ്റ് വുമൺ സെല്ലിങ് യു സോക്സ് ആൻഡ് ഷൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് എൻ്റെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കയ്യിലുള്ള പൈസയെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ. അങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരാളല്ല ഞാൻ. മറിച്ച് എൻ്റെ ഐഡൻറ്റിറ്റിയിൽ വിശ്വസിക്കുന്ന, എൻ്റെ സ്വാതന്ത്ര്യങ്ങളെ സ്വപ്നം കാണുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു സ്ത്രീയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ഐഡൻറ്റിറ്റിയെ ആദ്യം തന്നെ കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പെൺകുട്ടി വളരെ ധീരയായിട്ടുള്ള, ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നും എല്ലാം പുറത്തേക്ക് വന്ന് ധീരമായി സംസാരിക്കുന്ന, പേട്രിയാർക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് പോയറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പം ഇവിടെ പലരോട് പേട്രിയാർക്കൽ മനോഭാവമുള്ള ഒരു സിസ്റ്റത്തിലെ പലരെയും ഈ പോം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊരു കേവലം ഭർത്താവായിട്ടുള്ളൊരു പുരുഷനോട് മാത്രമല്ല, തൻ്റെ പാരൻസിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത് ഭർത്താവിനോട് സംസാരിക്കുന്നത് തന്നെയാണ്. അതായത് നിങ്ങൾ വിവാഹം എന്നുള്ള ഒരു കച്ചവടത്തിലൂടെ എന്നെ സ്വന്തമാക്കി നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ 4 ഭിത്തികൾക്കുള്ളിൽ എന്നെ തളച്ചിട്ടിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഒരു കാറ്റ് പോലെ നിങ്ങളിങ്ങനെ ഇഷ്ടമുള്ള ദിശകളിലേക്ക് ഒഴുകി നടക്കുകയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം ഈ 4 ഭിത്തിക്കുള്ളിൽ ഇരുന്ന് വീർപ്പ് മുട്ടുകയായിരുന്നു. അത് നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്താണ് കസ്റ്റമിൻ്റെയും ട്രഡീഷൻ്റെയും അല്ലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഒക്കെ പേരിൽ നിങ്ങൾ എൻ്റെ ജീവിതത്തെ ഞെരിച്ചമർത്തി കളയുമായിരുന്നു, ക്രഷ് ചെയ്ത് കളയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ ഒരു വെളിച്ചത്തിന് നമുക്ക് ഒരുപാട് നാൾ ഇരുട്ടാക്കി വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും മൂടിയൊക്കെ തട്ടി മാറ്റി അത് പുറത്തേക്ക് വരും. എന്നും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ അവളുടെ ഒരു പ്രൊട്ടസ്റ്റ്, എല്ലാത്തിനെയും അതിജീവിച്ച് പുറത്തേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ ധൈര്യമാണ് നമ്മൾ കാണുന്നത്. നിങ്ങളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഐ വാസ് സോ ഇന്നസെൻറ്റ് അല്ലെ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടു വന്നിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഞാൻ. പക്ഷെ നിങ്ങൾ എനിക്ക് എന്താണ് തിരിച്ചു തന്നത്? കണ്ണുനീരും ദുഃഖങ്ങളും വേദനകളും മാത്രമേ തന്നിട്ടുള്ളൂ. അതിനെ വളരെ മെറ്റഫറിക്കലി ആണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ മടിയിൽ നിന്നും എൻ്റെ ലാപ്പിൽ നിന്നും നിങ്ങൾ പെറുക്കിയെടുത്തത് പൂക്കളാണ്, എന്നിട്ട് മറിച്ച് നിങ്ങൾ അവിടെ പ്ലാന്റ് ചെയ്തത് തോൺസും അല്ലെങ്കിൽ മുള്ളുകളും കനലുകളുമാണ് നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നതെന്ന് പറയുകയാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല കാലങ്ങളെയും, തൻ്റെ വിലപ്പെട്ട എല്ലാ അംശങ്ങളെയും എടുത്തുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്കാണ് ഈ വ്യക്തി തള്ളിവിട്ടതെന്ന് പറയാനാണ് അങ്ങനെ ഒരു ഉപമ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിലൊരു വസന്തമുണ്ടായിരുന്നു, പൂക്കളുണ്ടായിരുന്നു. അതിൻ്റെ സുഗന്ധത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? തടവറയിൽ ഇടാൻ സാധിക്കില്ല. ദ ചെയിൻസ് കാനോട്ട് സ്മോതർ മൈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള വരികളിൽ വിവാഹ കമ്പോളത്തിൽ ഒരു സ്ത്രീയെ വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയും കുറിച്ചൊക്കെ പറയുകയാണ്. അതായത് എന്നെ എത്ര മുക്കി താഴ്ത്തിയാലും വെള്ളത്തിന് മുകളിലൂടെ നടക്കാനുള്ള കോൺഫിഡൻസ്, വിൽ പവർ, സ്ട്രെങ്ത് ഒക്കെ ഞാൻ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ആർജിച്ചെടുത്ത് കഴിഞ്ഞു എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ സ്ത്രീ പറയുകയാണ്. കേവലം ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ പേരിൽ, പാതിവൃത്തത്തിൻ്റെ പേരിൽ അവളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സൊസൈറ്റിയോട് പറയുകയാണ്, നിങ്ങൾ എത്ര ഞങ്ങളെ അടിച്ചമർത്തിയാലും, നിങ്ങൾ എത്ര ഞങ്ങളെ വെള്ളത്തിലേക്ക് മുക്കിത്താഴ്ത്തിയാലും ഉയർന്ന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് ഞങ്ങൾ സർവൈവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒക്കെ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു പോമാണിത്. അതുപോലെ പാരൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അതായത് തൻ്റെ മകളെ ഇങ്ങനെ ഒരു കച്ചവട വസ്തുവാക്കിയ പാരൻസിനെ ഇവൾ വളരെ സ്ട്രോങ് ആയി വിമർശിക്കുന്നുണ്ട്. ഐ ആം ദ വൺ യു മാരീഡ് ഓഫ്, എന്നെ എങ്ങനെയെങ്കിലും
ഒഴിവാക്കിയാൽ മതി, വിവാഹത്തിന്റെ പേരിൽ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്. ഒരു ബേർഡനായി പെൺകുട്ടികളെ ഒരു ഭാരമായി കരുതുന്ന മാതാപിതാക്കളെയും ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ നിങ്ങൾ വിൽപ്പന ചരക്കായിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലെ. എന്നെ നിങ്ങൾ ഈ വിവാഹ കമ്പോളത്തിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എന്നെ കൺസിഡർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഫ്ലവർ ഫ്രീ. എനിക്കിഷ്ടമുള്ളതുപോലെ പൂക്കാൻ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, എനിക്കിഷ്ടമുള്ള ലോകത്തേക്ക്, ഞാൻ സ്വപ്നം കണ്ട ലൈഫിലേക്ക് പോകാനുള്ള സമയമാണിത്. ഇനി ഒരു പ്രതിബന്ധങ്ങളും ഒരു ചങ്ങലകൾക്കും എന്നെ എൻ്റെ സ്വപ്നത്തിൽ നിന്ന് അല്ലെ എൻ്റെ ലൈഫിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. സോ നിങ്ങൾ പോസ്റ്ററിൽ കാണുന്ന, നിങ്ങൾക്ക് മുമ്പിൽ യാചിച്ച് നിൽക്കുന്ന, നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ നിൽക്കുന്ന ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ. മറിച്ച് ഐ എം നോട്ട് ദാറ്റ് വുമൺ. അങ്ങനെ ഒരു സ്ത്രീ അല്ല. നിങ്ങൾക്ക് മുമ്പിൽ എന്നും താഴ്ന്നു നിൽക്കുന്ന, നിങ്ങൾ സ്വന്തമായിട്ട് വിലയില്ലെന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ. മറിച്ച് ആത്മാഭിമാനമുള്ള, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, സ്വന്തം ലൈഫിനെ എങ്ങനെ പോകണമെന്ന് ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്ന ഒരു സർവൈവറാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എൻഡ് ചെയ്യുന്നത്.